ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പഞ്ചാബിലെ ആർമി ക്വാർട്ടേഴ്സിന്റെ ഹോം ടൂർ കണ്ടാലോ ഗായ്സ്. ഞങ്ങൾ ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇക്കായും ഇക്കാന്റെ ഫ്രണ്ട് സിബിൻ ജോസഫ് സാറും കൂടെ ചെയ്ത സ്റ്റെൻസിൽ വർക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇപ്പോൾ അത് ചെയ്തപ്പോൾ ഇവിടെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ എൻട്രൻസ് വന്നിട്ട് ഇങ്ങനെയാണുള്ളത് കേട്ടോ. അവിടെ ഒരു കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്കാൻ്റെ നെയിം പ്ലേറ്റ് നമ്മുടെ വീടിന് പേൽ നെസ്റ്റ് എന്നാണ് പേരിട്ടേക്കുന്നത്. നാട്ടിലെ അതേ പേര് തന്നെയാണ്. നമ്മുടെ എൻട്രൻസിലൂടെ ആദ്യം കയറുന്നതെന്ന് വെച്ചാൽ ഒരു ലിവിങ് ഏരിയയിലായിട്ടാണ്, ഒരു ഹോളാണിത്. ഇവിടെ വന്നിട്ട് ലിവിങ് ഏരിയയും ഡൈനിങ് ടേബിളും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെയെല്ലാം ഇതുപോലെ മെറ്റൽ വാൾ ആർട്ടൊക്കെ വെച്ച് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ കോട്ടയാടില്ലേ, അതിൽ വെച്ചേക്കുന്ന ഫ്ലവർ സ്പോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ TV യൂണിറ്റും ഫ്രിഡ്ജും പിന്നെ സോഫ സെറ്റ് പോലെ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ സോഫ സെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയറിൽ ഇതുപോലെ കുഷനൊക്കെ വെച്ച് കാർപ്പറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഹോളിൽ നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിൽ വന്നിട്ട് ഇതുപോലൊരു ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ബെഡാണുള്ളത് കേട്ടോ. നമ്മളതിൽ മാട്രസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ടവൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അരയന്നമാണോ കോഴിയാണോ എന്നുള്ള ചർച്ച ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ കബോർഡ്. പിന്നെ ഇച്ചിക്കുട്ടിൻ്റെ സ്റ്റഡി ടേബിളും ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ പോകുന്നത് ഇതുപോലൊരു എൻട്രൻസിലോട്ടാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ കിച്ചണിലോട്ടും മറ്റ് ബെഡ്റൂമിലൊക്കെ പോകുന്നത്. ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ ആണ് കേട്ടോ. വാഷിംഗ് ഏരിയയുടെ തൊട്ടപ്പുറത്താണ് ബാത്റൂം. പിന്നെ വന്നിട്ട് ടോയ്ലറ്റ്. ബാത്റൂം ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ. പിന്നെ വാഷിംഗ് ഏരിയയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് വെള്ളം പോകാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളത് കേട്ടോ. ഇതാണ് ഗൈസ് നിങ്ങൾ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള ഏരിയ, നമ്മുടെ കിച്ചൺ. നമ്മുടെ നാട്ടിലെ കിച്ചൺ വന്നിട്ട് കുറച്ച് വലിയ കിച്ചൺ അല്ലേ, ഇവിടുത്തെ കിച്ചൺ വന്നിട്ട് ചെറിയ കിച്ചണാണ് കേട്ടോ. പക്ഷെ ചെറിയ കിച്ചൺ ആണെങ്കിൽ ഞാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നാട്ടിലെ കിച്ചൺ അങ്ങനെ അധികം ഇപ്പോൾ അതിങ്ങനെ മിസ് ചെയ്യാറില്ല കേട്ടോ. ഇവിടുത്തെ ഈ ക്യൂട്ടി കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓപ്പോസിറ്റ് ഭാഗത്ത് വന്നിട്ട് സ്പൂണ്, പിന്നെ എൻ്റെ ടു ഡു ലിസ്റ്റ് ബോർഡ്, ടവല്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ ടൂർ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് കേട്ടോ. ഇവിടെ ആരും അങ്ങനെ കിടക്കാറില്ല, പക്ഷേ ഞാൻ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് എൻ്റെ ഫ്രണ്ട് അഖില നാട്ടിൽ പോസ്റ്റിംഗ് ഔട്ട് പോയപ്പോഴത്തേക്ക് തന്ന ഫ്രെയിമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക്സ് അഖില. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ അയണിങ് ടേബിൾ പ്ലസ് എൻ്റെ യൂട്യൂബിൻ്റെ വർക്കെല്ലാം ഞാൻ ഇവിടെ വന്നാണ് ചെയ്യുന്നത്. എൻ്റെ റിംഗ് ലൈറ്റ് എല്ലാം ഇവിടെയാണ് വെച്ചേക്കുന്നത്. പിന്നെ വന്നിട്ട് ഇത് കൂളർ, പിന്നെ വന്നിട്ട് ലോക്കർ. ഇതിനകത്താണ് നമ്മുടെ മിസ്ലിനിയസ് ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ടൂർ ഇതാണ് ഗൈസ്. ഞങ്ങളുടെ പഞ്ചാബിലെ ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ കുഞ്ഞു സ്വർഗ്ഗം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നത് ബൈ.